ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിൻ്റെ ആദ്യ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്കറിയാനുള്ളത്, എങ്ങനെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത്, സ്കൂളിൽ ചേരുന്നതായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നമ്മൾ കൊണ്ടുപോകണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ടും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. +1 പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും രക്ഷിതാക്കളെയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ ഹയർ സെക്കൻഡറി +1 പ്രവേശനത്തിന് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു. ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നേരത്തെ പരിശോധിച്ചിട്ടുണ്ടാവും. ട്രയൽ അലോട്ട്മെൻറ്റിൽ എവിടെയാണ് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് അപേക്ഷയിൽ ചിലപ്പോൾ ചില തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ഓപ്ഷനുകൾ ക്രമീകരിക്കുന്ന ഒക്കെ ചില കുട്ടികൾ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ആദ്യം നമ്മൾ നോക്കുന്ന നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ നോക്കിയതുപോലെ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതായത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത് HSCAP എന്ന് പറയുന്ന സൈറ്റിലൂടെയാണ് നമുക്കിത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് കഴിയുക. HSCAP എന്ന സൈറ്റിലൂടെ കയറി നമ്മൾ +1ൻ്റെ അപേക്ഷ സമർപ്പണത്തിൻ്റെ ഓൺലൈൻ സൈറ്റിൽ കയറിയതിന് ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാവും. കാൻഡിഡേറ്റ് ലോഗിൻ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ കൂടി കൊടുത്താൽ അതിൻ്റെ OTP വരും. അങ്ങനെ നിങ്ങൾക്ക് മെയിൻ വിൻഡോയിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അവിടെ നേരത്തെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കണ്ടതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് കൺഗ്രാജുലേഷൻസ് ഇന്ന സ്കൂളിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിൻഡോ അവിടെ കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആ വിൻഡോയിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് സാധിക്കും. അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആ വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുത്ത ലിസ്റ്റ് പ്രകാരം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്ന് പറയും. അലോട്ട്മെൻറ്റിൻ്റെ സ്ലിപ്പ് നിങ്ങൾക്ക് 2 പേജുള്ള അലോട്ട്മെൻറ്റിൻ്റെ ആ പേജ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്തു വെക്കേണ്ടതുണ്ട്. പ്രിൻ്റ് ഔട്ട് ചിലപ്പോൾ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചേരുന്ന സ്കൂളിനകത്ത് ചിലപ്പോൾ എടുത്തു തരുമായിരിക്കും. അപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ ആവശ്യമുള്ളതാണ് എന്ന കാര്യം ഓർമ്മിക്കുക. മറ്റൊന്ന്, ചിലപ്പോൾ ആദ്യ അലോട്ട്മെൻറ്റ് കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങൾ നോക്കാനില്ല. കാരണം ആ സ്കൂളിനകത്ത് നിങ്ങൾ ചേരുക എന്നുള്ളതാണ് മാത്രം ചെയ്യാനുള്ളൂ. അതിനകത്ത് മറ്റൊരു ചോയ്സിലേക്ക് നിങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. എന്നാൽ താഴെയുള്ള ഓപ്ഷനുകൾ ലഭിച്ചിട്ടുള്ള കുട്ടികളാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 2ാമത്തെയോ അല്ലെങ്കിൽ 3ാമത്തെയോ 4ാമത്തെയോ ഒക്കെ ഓപ്ഷനുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻ്റെ റാങ്ക് നിങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് സ്കൂളിലെ ഒരു കുട്ടിക്ക് ഇപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ മുകളിൽ 3 ഓപ്ഷനുകളുണ്ട്. ആ 3 ഓപ്ഷനുകളിൽ ഈ കുട്ടിയുടെ പൊസിഷൻ എവിടെയാണ് എന്ന്, അല്ലെങ്കിൽ അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അവിടെ കുട്ടിയുടെ റാങ്കും ലാസ്റ്റ് റാങ്കും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പ്രിൻ്റ് ഔട്ട് ഏത് അലോട്ട്മെൻറ്റ് ലഭിച്ചാലും പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കണം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ആദ്യ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നോ അലോട്ട്മെൻറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റും തേർഡ് അലോട്ട്മെൻറ്റും വെയിറ്റ് ചെയ്യണം സെലക്ഷന് വേണ്ടി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത കാര്യം പറയുന്നത് 2 തരത്തിലുള്ള ജോയിനിങ്ങിനെ കുറിച്ചാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചൊരു കുട്ടിയാണെങ്കിൽ പെർമനൻ്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള പ്രവേശനം മാത്രമേ ഇവിടെ ലഭിക്കൂ. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. ആ സ്കൂളിൽ പോയിട്ട് ഫീസൊക്കെ അടച്ച് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. എന്നാൽ നേരത്തെ പറഞ്ഞ താഴെയുള്ള ഓപ്ഷനുകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല അവർ ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ടെമ്പററി അഡ്മിഷനാണ്, താൽക്കാലികമായിട്ടുള്ള അഡ്മിഷനാണ് എടുക്കേണ്ടത്. ആ സ്കൂളിൽ നിങ്ങൾ പോയി എന്താണ് പെർമനൻറ്റും ടെമ്പററിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. നമ്മുടെ ഫീസ് അടച്ച് ചേരേണ്ടതില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുക്കണം. എന്നിട്ട് അവിടെ താൽക്കാലികമായിട്ട് നമ്മൾ ചേരുന്നു, ഫീസ് അടക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ്. സർക്കാരിലേക്ക് അടക്കേണ്ട ഫീസ് നമ്മൾ അടക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ ഒരു വ്യത്യാസം ഉള്ളത്. അങ്ങനെ താൽക്കാലികമായിട്ട് ചേരുന്നവരാണെങ്കിൽ ഹയർ ഓപ്ഷനുകൾ നമ്മൾക്ക് അവിടെ ഉണ്ടാവും. ഇനി ഇപ്പോൾ 4ാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നെങ്കിൽ തൊട്ട് മുകളിലുള്ള 3 ഓപ്ഷനുകൾ അവിടെ ഉണ്ടാവും. അതിലേതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
റദ്ദ് ചെയ്യാനുള്ള അവസരം കൂടി ഈ സമയത്തുണ്ട്. അത് സ്കൂളിൽ പറഞ്ഞാൽ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നതിനുള്ള ഫോം നിങ്ങൾക്ക് ലഭിക്കും. ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ അതിനിടയിലുള്ള ഏതെങ്കിലും ഓപ്ഷൻ വേണമെങ്കിൽ കട്ട് ചെയ്യാനുള്ള അവസരവും ഇതിനകത്തുണ്ട്. ഇങ്ങനെ പെർമനന്റ് അഡ്മിഷൻ ആയാലും ടെമ്പററി അഡ്മിഷൻ ആയാലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചേരാൻ വേണ്ടി സ്കൂളിനകത്ത് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഒന്ന് ഞാൻ പ്രിൻ്റ് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഒപ്പം തന്നെ നിങ്ങളുടെ SSLCയുടെ റിസൾട്ടിൻ്റെ മാർക്ക്, നിങ്ങൾക്ക് വന്നിട്ടുള്ള മാർക്കിൻ്റെ നെറ്റ് കോപ്പി, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി, റിസൾട്ട് അറിഞ്ഞതിൻ്റെ SSLCയുടെ കോപ്പി എടുത്തു വെക്കണം. മറ്റൊന്ന് TC ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും TCയും അത് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച സ്കൂളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും, അത് കൊണ്ടുപോകണം. ഒപ്പം ബോണസ് പോയിന്റിന് എന്തെങ്കിലും അർഹത നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ബോണസ് പോയിന്റ് നമുക്കറിയാം സ്കൗട്ട് ആൻഡ് ഗൈഡ്, അതുപോലെ തന്നെ NCC, SPC പോലെയുള്ള സംവിധാനങ്ങൾ ഒക്കെ, ലിറ്റിൽ കൈറ്റ്സ് പോലെയുള്ളതൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ എക്സ് സർവീസ്മാൻ, പിന്നെ അതിൻ്റെ പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. LSS, USS, NMMS പോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, അത് കലോത്സവം, സ്പോർട്സ്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ബോണസ് പോയിന്റോ ടൈ ബ്രേക്കിംഗ് പോയിന്റിൻ്റെയോ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നുള്ളതാണ്. പിന്നെ EWS വിഭാഗത്തിനകത്ത് അപേക്ഷ കൊടുത്തിട്ടുള്ളവർ നിങ്ങൾ പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. കാസ്റ്റ് സർട്ടിഫിക്കറ്റോ അതുപോലെ തന്നെ മറ്റുള്ള സർട്ടിഫിക്കറ്റോ, നാറ്റിവിറ്റി, ഇൻകം സർട്ടിഫിക്കറ്റോ ഒന്നും നോർമൽ നിങ്ങളുടെ SSLC, സ്റ്റേറ്റ് SSLC പഠിച്ച കുട്ടികൾക്ക് ആവശ്യമില്ല. അത് SSLC നിങ്ങളുടെ ബുക്കിനകത്തുള്ള പിന്നെ നിങ്ങളുടെ കാറ്റഗറി വെച്ച് അത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ മറ്റ് CBSE കുട്ടികളൊക്കെ ആണെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ അപേക്ഷിച്ചവരാണെങ്കിൽ ആ കാറ്റഗറി കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. നാറ്റിവിറ്റിയും അതുപോലെ തന്നെ CBSE കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാനുള്ളത് എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. ഇതിൻ്റെ ഡേറ്റ് എപ്പോഴാണെന്നുള്ളതാണ് ജൂൺ 3, 4, 5, 5-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് സമയം. അപ്പോൾ ഈ 3 ദിവസത്തിൽ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിനകത്ത് പോയി നിങ്ങൾക്ക് നമുക്ക് അപേക്ഷ പിന്നെ നമ്മുടെ ചേരാൻ വേണ്ടിയിട്ട് പറ്റും. ടെമ്പററി ഓർ പെർമനൻറ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾക്ക് സ്ഥിരമായിട്ടുള്ള പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർമ്മിക്കണം. ഇനി ഇതിനകത്ത് നിങ്ങൾ സ്കൂളിൽ ജോയിൻ, ഈ 3 ദിവസത്തിനകത്ത് ജൂൺ 3, 4, 5 തീയതികൾ നിങ്ങൾ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഏകജാലക സിസ്റ്റത്തിൽ ഔട്ടാവും. വീണ്ടും നിങ്ങളുടെ അപേക്ഷ സപ്ലിമെൻ്ററിൻ്റെ സമയത്തൊക്കെ വീണ്ടും കൊടുക്കാൻ വേണ്ടി പറ്റൂ എന്ന കാര്യം ഓർമ്മിക്കുക. അതുകൊണ്ട് അവസരം പാഴാക്കരുത്. കൃത്യസമയത്ത് തന്നെ ആദ്യ ദിവസം തന്നെ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇനി അലോട്ട്മെൻറ്റ് എവിടെയും വരാത്ത കുട്ടികൾ നിരാശരാവേണ്ടതില്ല. അവർക്ക് 2ാമത്തെയും 3ാമത്തെയും അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴേക്ക് സീറ്റ് ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക എന്നത് മാത്രമാണ് അവർ ചെയ്യേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഉദ്ദേശിച്ച സ്കൂളുകൾ ലഭിക്കട്ടെ, നിങ്ങൾക്ക് നല്ല പ്രവേശനം സാധ്യമാകട്ടെ, നല്ലൊരു അധ്യയന വർഷം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.